ഏകദേശം 50% വരുന്ന റിലേഷൻഷിപ്പുകളും ബ്രേക്കപ്പായി പോകാനുള്ളതിൻ്റെ മെയിൻ റീസൺസിൽ ഒന്നെന്ന് പറയുന്നത് ആണുങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചില റിപ്പീറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് മൂലമാണ്. ഭൂരിഭാഗം വരുന്ന പുരുഷന്മാരും അവരുടെ ഭാഗത്തുനിന്ന് റിപ്പീറ്റഡ് ആയിട്ടുണ്ടാകുന്ന ഈ ബിഹേവിയേഴ്സ് മൂലമാണ് പാർട്ട്ണർക്ക് അവരോടുള്ള അട്രാക്ഷൻ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് അവർ അറിയാറില്ല. അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കുമ്പോഴേക്കും ഒരുപാട് വൈകിട്ടുണ്ടാവും. നമ്മളിൽ പലരും മനസ്സിൽ കരുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ പാർട്ട്ണർക്ക് നമ്മൾ ഒരുപാടങ്ങ് സ്നേഹം കൊടുത്താൽ അവർ അതിൻ്റെ 10 ഇരട്ടി സ്നേഹം നമുക്ക് തിരിച്ചു തരും എന്നൊരു വിചാരം പലർക്കും ഉണ്ട്. ഈ വിചാരം ശരിക്കും ഒരു തെറ്റാണ്, മണ്ടത്തരമാണ്. നിങ്ങൾ ആവശ്യത്തിലധികം ഒരാൾക്ക് എന്തു കൊടുത്താലും അതിനൊരു വിലയും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ഒരിക്കലും അതിൻ്റെ 10 ഇരട്ടി പോയിട്ട് 1% പോലും നിങ്ങൾക്ക് തിരിച്ച് കിട്ടാനും പോകുന്നില്ല. ചിലപ്പോൾ നിങ്ങളോട് ഉള്ള സ്നേഹം കൂടി അവർക്കില്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് ആവശ്യത്തിലധികം അങ്ങോട്ട് കൊടുത്താൽ അതിനപ്പുറം ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമെന്നുള്ള വിചാരം ആദ്യം ഒഴിവാക്കുക. ഇനി ഇത്തരത്തിൽ നമ്മൾ പോലും മനസ്സിലാക്കാതെ നമ്മുടെ അട്രാക്ഷനെ നമ്മൾ തന്നെ നശിപ്പിക്കുന്ന നമ്മുടെ തന്നെ ചില ബിഹേവിയേഴ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇനിയും ഈ ബിഹേവിയേഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ സ്വഭാവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ഇത് മനസ്സിലാക്കിയ ശേഷം ഇതിൽ ഒരു മാറ്റം കൊണ്ടുവരിക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ, ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലും അറിയിക്കുക. സാധിക്കുമെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യുക. അട്രാക്ഷൻ നഷ്ടപ്പെടുത്തുന്ന ആദ്യത്തെ കാര്യം, ഒരുപാട് വേഗത്തിൽ നിങ്ങൾ ഒരുപാട് അവർക്ക് അവൈലബിൾ ആകുന്നു. അതായത് പലപ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ പ്ലാൻസ് നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ മാത്രമേ ഇനീഷ്യേറ്റീവ് എടുക്കുന്നുള്ളൂ എങ്കിൽ, അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു കോൺട്രിബ്യൂഷൻസും ഇല്ലെങ്കിൽ, അതുപോലെ മെസ്സേജൊക്കെ അയക്കുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വേഗത്തിൽ റിപ്ലൈ കൊടുക്കുന്നുണ്ട് എങ്കിൽ, ഇത് അട്രാക്ഷൻ ഇല്ലാതാക്കാൻ ഒരു കാരണമാകും. ഈ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന ആദ്യകാലങ്ങളിലൊക്കെ ഇത് ഭയങ്കര കെയറിങ് ഫീലിംഗ് ആയിരിക്കും തരുന്നത്. പക്ഷെ പിന്നീട് ഇത് പരമ ബോറിംഗ് ആയിട്ട് മാറും. അതുകൊണ്ട് നിങ്ങളുടെ അവൈലബിലിറ്റിയിൽ നിങ്ങൾ മാക്സിമം ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ കാരണം, എപ്പോഴും നിങ്ങൾ അവരുടെ പരിഗണന പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നുണ്ടോ? അതായത് എപ്പോഴും അവരോട് ചോദിക്കുക, നിനക്കിപ്പോഴും എന്നെ ഇഷ്ടമാണോ, നിനക്കെന്നെ ഇഷ്ടമാണോ, അതും അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടായതിനു ശേഷം ഇപ്പോഴും നിനക്കെന്നോട് പിണക്കമാണോ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതും അട്രാക്ഷൻ കുറയ്ക്കാൻ ഒരു കാരണമാണ്. ഇത്തരത്തിൽ ഒരുപാട് നിങ്ങൾ അവരോട് ഒരു ഡിപ്പെൻഡൻസി കാണിച്ചാൽ ഇത് നിങ്ങളുടെ കോൺഫിഡൻസിനെ സാരമായി ബാധിക്കും. അതിലൂടെ ഇത് നിങ്ങളുടെ അട്രാക്ഷനും പരമാവധി കുറയ്ക്കും. ഇനി മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇമോഷണൽ കണക്ഷനെ മാറ്റി നിർത്തുന്നതാണ്, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾ എപ്പോൾ ഒരുമിച്ചിരുന്നാലും ജോലിയെപ്പറ്റി, അതുപോലെ ഡെയിലി അപ്ഡേറ്റ്സിനെ പറ്റി, അതുപോലെ സർഫസ് ലെവലായിട്ടുള്ള ടോപ്പിക്സിനെ പറ്റി മാത്രം സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ, ഇമോഷണൽ കണക്ഷനുമായിട്ടോ എക്സ്പീരിയൻസുമായിട്ടോ ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കും നിങ്ങൾക്കിടയിൽ സംസാരിക്കുന്നില്ല എങ്കിൽ ഇതും നിങ്ങളുടെ അട്രാക്ഷൻ നശിക്കാൻ ഒരു കാരണമാകും. അതുകൊണ്ട് വല്ലപ്പോഴുമെങ്കിലും ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുന്ന, ഇമോഷണൽ ഡെപ്ത് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റി കൂടി നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക. ഇനി നാലാമത്തെ കാരണം, ഒരു വഴക്കുണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് അവിടെ നഷ്ടപ്പെടുത്തുന്നത്. അതായത് നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാഞ്ഞിട്ടും നിങ്ങൾ അപ്പോളജൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സോറി പറയുന്നുണ്ടെങ്കിൽ, അതുപോലെ അവരുടെ കയ്യിൽ നിന്നും നിങ്ങൾ മാക്സിമം ഡിസ്റെസ്പെക്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിഫിക്കൽട്ടായിട്ടുള്ള കോൺവെർസേഷൻസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതും അവർക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ ഇല്ലാതാവാൻ കാരണമാകും. ഈ റെസ്പെക്റ്റും അട്രാക്ഷനും തമ്മിൽ നല്ലൊരു കണക്ഷൻ തന്നെയുണ്ട്. റെസ്പെക്റ്റ് ഇല്ലാത്ത പക്ഷം അവിടെ ഒരിക്കലും ഒരു അട്രാക്ഷൻ ഉണ്ടാവുകയില്ല. സോ നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുക. അതുപോലെ അവരെ നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നൊരു പേടി ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് അവർക്ക് കൊടുക്കാതിരിക്കുക. അവർ അകലുന്നുണ്ടെന്ന് തോന്നിയാൽ കൂടി ഒരുപാട് അവരെ ചേസ് ചെയ്യാതിരിക്കുക. ചില സമയത്ത് ഈ അട്രാക്ഷൻ റീസ്റ്റോർ ആവാൻ കുറച്ച് സ്പേസ് അത്യാവശ്യമാണ്. അതുകൊണ്ട് അവർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത ഉടനെ നിങ്ങൾ അവരെ ചേസ് ചെയ്യാൻ പോകരുത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം നിങ്ങളൊന്ന് കരുതിയിരിക്കുക. ഇതിലൊക്കെയും തന്നെ നിങ്ങളൊരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.